ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വിശപ്പും ദാഹവും ഒക്കെ മാറുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഡ്രിങ്കാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളുടെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള മധുരം ചേർക്കുകയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് നോമ്പ് ടൈമിലൊക്കെ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കി എടുക്കുകയാണ്. ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ നമുക്കതിന് പകരമായിട്ട് മൈദ എടുത്താലും മതി. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും വെള്ളവും കൂടി ചേർത്തിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. നമുക്ക് ഈ പാല് ഒന്ന് കുറുകി വരണം. ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് തിളക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊന്ന് കുറുകി വരും. നമ്മൾ ഈ 3 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനാണ്. ഏലക്കാപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ സമയം കൊണ്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അവൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ അവൽ മിൽക്കിലേക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് പൊരിയവൽ എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ അവലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വറവായ സമയത്ത് നമുക്ക് ഇത് ഈ പാനിൽ നിന്നും മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ ഒരുപാട് തിക്നെസ് അല്ല, ഈ ഒരു തിക്നെസ് മതി. അപ്പോൾ അളവെല്ലാം കറക്റ്റാണ്. നമുക്ക് ആ ഗോതമ്പ് പൊടിയുടെ അളവ് 2 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം ഉണ്ടാവും അത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 കപ്പോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ ചേർത്തിട്ടുണ്ട്. ഓപ്ഷനലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് വാനില എസൻസ് ചേർക്കുമ്പോൾ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. നമുക്ക് വാനില എസൻസിന് പകരം നമ്മളുടെ കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതൊരു 1-2 സ്കൂപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വാനില എസൻസ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇത് കുറച്ചുകൂടി സമയം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് എപ്പോഴാണോ നമ്മളിത് കുടിക്കുന്നത് ആ സമയത്ത് മാത്രം നമ്മളിതിലേക്ക് അവൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് മാത്രം അവൽ ചേർക്കുക, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവൽ കുതിർന്നു പോവും. അപ്പോൾ ഞാനത് കുറച്ചുകൂടി സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും പുറത്തെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അവൽ ചേർക്കുന്നത്. അവൽ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയാൽ പിന്നെ ഉടനെ തന്നെ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അവൽ ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയം നമ്മൾ വെക്കരുത്. നോമ്പ് തുറക്കാനാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് ഒരു 5 മിനിറ്റൊക്കെ മുമ്പായിട്ട് നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് മാത്രം അവൽ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെസിപ്പിയാണ്. നമുക്കൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വിശപ്പും ദാഹവും ഒക്കെ മാറുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മളിതിലേക്ക് പഴം, അതുപോലെ ക്യാരറ്റ്, കസ്കസ് ഇതെന്തായാലും ചേർക്കണം. പിന്നെ ആപ്പിൾ, അനാറൊക്കെ പോലെയുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.